മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആകയാൽ അവ ഗ്രഹിക്കുവാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ഈശോയുടെ മനസ്സ് അറിയുന്നു. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ നമ്മെ ഓരോരുത്തരെയും ഒരു ആത്മശോധനയ്ക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് എപ്രകാരം ഉള്ളതാണ്? നമ്മുടെ ജീവിത വീക്ഷണം എപ്രകാരമുള്ളതാണ് എന്ന് വിലയിരുത്തുവാനുള്ള ഒരു ആഹ്വാനം നമുക്ക് ഈ വചനങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോലും, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ വെറും ഭോഷത്വമായി, ഉപയോഗശൂന്യമായി, വിലയുള്ളതായി ചില മനുഷ്യർക്കെങ്കിലും അനുഭവപ്പെടുന്നു എന്ന് ശ്ലീഹ നമ്മോട് പറയുകയാണ്. അതെപ്രകാരമുള്ളവർക്ക്? ലൗകിക മനുഷ്യർക്ക്. ലൗകികമായ കാഴ്ചപ്പാടുകളും ലൗകികമായ വിലയിരുത്തലുകളും ലൗകികമായ മനോഭാവങ്ങളും മാത്രം ഉള്ളതായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവിക ദാനങ്ങളെല്ലാം അവർക്ക് ഭോഷത്വമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. നമ്മുടെ ആത്മീയതയെ നാം ഒന്ന് വിലയിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെ, നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം ആത്മീയതയുടെ ഇടങ്ങളെയും ഉറവിടങ്ങളെയും തേടിപ്പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മീയതയുടെ ഉറവിടങ്ങളെന്നും ഇടങ്ങളെന്നുമൊക്കെ കരുതപ്പെടുന്ന ധ്യാന കേന്ദ്രങ്ങളെയും ദേവാലയങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും പ്രാർത്ഥനാ ആലയങ്ങളെയും ഒക്കെ നാം തേടിപ്പോകുന്നത് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടിയാണോ, അതോ ഈ ലോകത്തിൻ്റെതായ കേവലം ലൗകികമായ, സാമ്പത്തികമായ, ജോലിപരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയും നന്മകൾക്കും വേണ്ടിയാണോ എന്ന് പരിശുദ്ധാത്മാവ് വിശുദ്ധ ശ്ലീഹായിലൂടെ നമ്മോട് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായ ദൈവികമായ സ്വർഗീയമായ കൃപകളും ദാനങ്ങളും അനുഗ്രഹങ്ങളുമാണോ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിലയുള്ളതായി നമുക്ക് തോന്നുന്നത്? ഇന്ന് സഭാത്മകമായ സംഗതികളെയും ആത്മീയമായ സംഗതികളെയും കൗദാശികമായ സംഗതികളെയുമൊക്കെ നാം എപ്രകാരമാണ് നോക്കിക്കാണുന്നത്? ഒരിക്കൽ ഒരു സ്ഥലത്തുകൂടി നടന്നു പോകുകയും അത് ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ പരിസരമായിരുന്നു എന്നത് മറ്റൊരു വസ്തുത. അങ്ങനെ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ പരിസരത്തുകൂടി ഒരു ഏകദിന കൺവെൻഷൻ നടക്കുന്ന ദിവസം കടന്നു പോകുമ്പോൾ
ഈ ഉള്ളവൻ വൈദിക വസ്ത്രത്തിലായിരുന്നില്ല. പക്ഷേ ഞാനൊരു വൈദികനാണ് എന്നറിയാവുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് വണ്ടി നിർത്തി, അച്ഛാ പ്രാർത്ഥിക്കണം, ഒന്ന് ആശീർവദിക്കണം എന്ന് പറഞ്ഞ് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ ആ റോഡിൽ വെച്ച് ആ മനുഷ്യൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഏകദിന കൺവെൻഷൻ്റെ വചനകൂടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച ആ വ്യക്തി എന്നോട് ഈ പ്രാർത്ഥന ചോദിക്കുന്നത്. ആ വചനകൂടാരത്തിൽ നിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വ്യക്തി അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഈ മനുഷ്യൻ അവരോട് പറഞ്ഞു, ഇത് അച്ഛനാണ്, അച്ഛൻ്റെ ആശീർവാദം മേടിച്ചിട്ട് പൊക്കൂ. അങ്ങനെ അവരും എൻ്റെ കയ്യിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ചു. അങ്ങനെ ആശീർവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആള് ഇവരോട് എന്താ ഇപ്പം പോകുന്നത്? അപ്പോൾ പറഞ്ഞു, കുർബാന കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി എൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു. കുർബാന നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ളതല്ലേ, എന്നാൽ ഈ കുർബാന കഴിയുമ്പം അവിടെ ഒരു വെഞ്ചരിപ്പ് ശുശ്രൂഷയുണ്ട്, അതിനല്ലേ നിൽക്കേണ്ടത്, അതല്ലേ പ്രധാനപ്പെട്ടത്? സ്നേഹമുള്ള സഹോദരങ്ങളെ, എൻ്റെ മനസ്സിലും എൻ്റെ മനസാക്ഷിയിലും ഒരുപാട് ചോദ്യങ്ങൾ ഉതിർത്ത ഒരു സംഭവമാണ് അത്. സ്വർഗത്തിലെ ദൈവാരാധനയിൽ ഭൗമികരായ നമ്മെ ഭാഗവാക്കാക്കുവാൻ പര്യാപ്തമാക്കുന്ന സ്വർഗീയ ആരാധനയുടെ ഭൗമിക അനുഭവമായ വിശുദ്ധ കുർബാനയേക്കാൾ ശ്രേഷ്ഠമായ എന്ത് ആത്മീയ ശുശ്രൂഷയ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഈശോ മിശിഹ സ്ഥാപിച്ചിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പഠിച്ച ദൈവശാസ്ത്രവും ഞാൻ അനുഭവിച്ച ദൈവാനുഭവവും എനിക്ക് ദൈവാനുഭവം പകർന്നു തന്ന, ദൈവിക ജ്ഞാനം പകർന്നു തന്ന ശുദ്ധമായ കത്തോലിക്ക സഭയുടെ വിശ്വാസ പരിശീലനവുമെല്ലാം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ശുദ്ധമായ കത്തോലിക്ക സഭയിൽ മിശിഹായായിട്ട് സംലഭ്യമാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഭവവും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഉന്നതവുമായ ശുശ്രൂഷയും അത് പരിശുദ്ധ കുർബാനയും. എന്നാൽ ഈ പരിശുദ്ധ കുർബാനയെ പോലും വിലയുള്ളതായി കാണുവാൻ സാധിക്കാത്ത വിധം നമ്മുടെയൊക്കെ കണ്ണുകളും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളും നമ്മുടെയൊക്കെ മനോഭാവങ്ങളും എങ്ങനെയൊക്കെയോ വികലമാക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു ആത്മീയ സത്യമായി നാം തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, മിശിഹായുടെ വിശുദ്ധ കുർബാന, മിശിഹായുടെ കൂദാശകള്, മിശിഹായുടെ മൗതിക ശരീരമായ സഭയിൽ മിശിഹ സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂദാശകളും ഈ പ്രാർത്ഥനകളും ഈ ആത്മീയതയുമാണ് സഭയുടെ യഥാർത്ഥ സമ്പത്തെന്ന് തിരിച്ചറിയാതെ ഈ ലോകത്തിൻ്റെതായ ചില സമ്പത്തുകളും ഈ ലോകത്തിൻ്റെതായ ചില സ്ഥാനമാനങ്ങളും ഈ ലോകത്തിൻ്റെതായ ചില സുഖസൗകര്യങ്ങളും ഒക്കെയാണ് എന്തോ വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു ആത്മീയമായ അധപതനം എങ്ങനെയൊക്കെയോ നമ്മുടെ മനോഭാവങ്ങളിൽ കടന്നുകൂടുകയും, സഭയുടെ യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് സഭയിൽ മിശിഹ സ്ഥാപിച്ചിരിക്കുന്ന കൂദാശകൾ. സഭയുടെ യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് സഭയിൽ മിശിഹായുടെ പരിശുദ്ധാത്മാവ് കാലോചിതമായി കാലാകാലങ്ങളായി ഉരുത്തിരിഞ്ഞ് വരുവാൻ അനുവദിച്ചിരിക്കുന്ന തിരുസഭയുടെ പവിത്രമായ ആത്മീയതയും ആത്മീയത ഉൾക്കൊള്ളുന്ന പാരമ്പര്യങ്ങളും. സഭയുടെ യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് സഭയിലൂടെ സഭാമക്കൾക്ക് മിശിഹ പകർന്നു നൽകുന്ന ദൈവാനുഭവത്തിൻ്റെ ഉറവിടങ്ങളായ പ്രാർത്ഥനകൾ. ഇത് സഭയുടെ പ്രാർത്ഥനയും സഭയുടെ വിശ്വാസമാണ്, സഭയുടെ കൂദാശകള്, സഭയുടെ ആരാധനക്രമമാണ്, സഭയുടെ പാരമ്പര്യങ്ങള്. അത് നാം ആരുടെയെങ്കിലും വ്യക്തിപരമായ ചില നേട്ടങ്ങളല്ല, പിന്നെയോ
സ്വന്തം രക്തം കൊണ്ട് മിശിഹ വിശ്വാസത്തിന് അടിസ്ഥാനമെഴുതിയ ആദിമ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാരുടെ പവിത്രമായ പ്രബോധനധാരയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതിനെ വിലമതിക്കുവാൻ, അതിനെ വിലയുള്ളതായി കരുതുവാൻ, അതിനെ ശ്രേഷ്ഠമായി കരുതുവാൻ, അത് സ്വർഗീയമാണെന്നും അത് സ്വർഗോന്മുഖമാണ് എന്നും തിരിച്ചറിയുവാൻ അതിനനിവാര്യമായ ദൈവിക ജ്ഞാനമുണ്ട്. ആ ദൈവിക ജ്ഞാനത്തിൻ്റെ പേരാ ആദിമസഭയിലെ പിതാക്കന്മാർ വിളിച്ച പേരാ വിവേചനം എന്ന് പറയുന്നത്. ഗ്രീക്കിൽ ദിയാക്രീസിസ് എന്ന് പറയും. ഈ ദിയാക്രീസിസ് എന്ന വിവേചനം എന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന ആ വാക്കിൻ്റെ ആത്മീയ ആന്തരിക അർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വിവേചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്രൈസ്തവ വിശുദ്ധിയുടെ ആകത്തുകയാണ്. ഒരു വ്യക്തിയുടെ സഭാത്മകമായ വിശുദ്ധിയുടെ ആകത്തുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആകിയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. വിവേചിച്ചറിയാൻ, എന്താ വിവേചിച്ചറിയുക എന്ന് പറഞ്ഞാൽ, എന്താണ് ദൈവഹിതം, എന്താണ് ദൈവഹിതം അനുസരിച്ച് നല്ലത്, എന്താണ് ദൈവത്തിന് പ്രീതിജനകം, എന്താണ് ദൈവിക പൂർണ്ണത ഉൾക്കൊള്ളുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ഒരു ക്രിസ്ത്യാനിയെ പര്യാപ്തമാക്കുന്ന ദൈവാത്മാവിൻ്റെ ദാനത്തിൻ്റെ പേരാ വിവേചനം എന്ന് പറയുന്നത്. വിവേചനം എന്ന് പറയുന്നത് ഈ വിവേചനം എന്ന പരിശുദ്ധാത്മ കൃപയിലൂടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും, ജീവിതത്തിൻ്റെ ഏതേത് അവസ്ഥകളിലും ദൈവഹിതം എന്താ, യഥാർത്ഥത്തിൽ സ്വർഗോന്മുഖമായ വിശുദ്ധിക്ക് അനുരൂപകമായ സംഗതി എന്താ, എൻ്റെ ജീവിതത്തെ സ്വർഗോന്മുഖമാക്കി മാറ്റുന്ന മനോഭാവം എന്താ, എൻ്റെ ജീവിതത്തെ സ്വർഗോന്മുഖമായ കാഴ്ചപ്പാടിൽ ക്രമപ്പെടുത്തുന്ന വിലയിരുത്തലിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാ, അത് പറഞ്ഞു തരുന്നതാ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ വിവേചനം എന്ന കൃപ. അതൊരു വരമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, അത് കൃപയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മനസ്സിലും മനോഭാവത്തിലും സമഗ്രമായ ഒരു മാനസാന്തരം കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയിൽ സംജാതമാകുന്ന ഒരു ആത്മീയമായ അവസ്ഥയുടെ പേര്, ക്രൈസ്തവ വിശുദ്ധിയുടെ ആകത്തുകയുടെ പേര്, അതാ വിവേചനം എന്ന് പറയുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് മേടിക്കേണ്ട ഒരു സംഗതി ഈ വിവേചനം എന്ന് പറയുന്നത്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നാം ആദ്യമായും അവസാനമായും എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ട ഏക സംഗതി വാസ്തവത്തിൽ ഈ വിവേചനം എന്ന കൃപയ്ക്ക് വേണ്ടി. കാരണം ഈ വിവേചനം എന്ന കൃപയാ ജീവിതത്തിൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ, ജീവിതത്തിൻ്റെ രക്ഷയുടെ ഏക കാരണമായ, ജീവിതത്തെ സ്വർഗീയമായ രക്ഷയിലേക്ക് കൈപിടിച്ച് നയിക്കുന്നതായ ദൈവികമായ എല്ലാ നന്മകളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവികമായ വിവേചനം, ഈ ദൈവികമായ വിവേചനം നമ്മുടെ മനസ്സുകളിൽ ഭരിക്കുമ്പോൾ, നമ്മുടെ വിലയിരുത്തലുകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നന്മയായിട്ടുള്ളതിനെ നന്മയായി തിരിച്ചറിയുവാൻ,
യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ളതിനെ ദൈവികമായി തിരിച്ചറിയാൻ, യഥാർത്ഥത്തിൽ സ്വർഗീയമായിട്ടുള്ളതിനെ സ്വർഗീയമായി തിരിച്ചറിയാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ പൗലോസ്ലീഹ നമ്മോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയിൽ ഉത്ഭൂതമാക്കുന്ന ഈ വിവേചനമെന്ന കൃപ ഒരു വ്യക്തിയെ ലോകത്തോട് മറുതലിക്കുവാൻ നിർബന്ധിക്കും. ലോകത്തിൻ്റെ വിലയിരുത്തൽ മാനദണ്ഡങ്ങളോട് അനുരൂപപ്പെടുന്ന ഒരു വ്യക്തിക്കും വിവേചനമെന്ന ദൈവാത്മ കൃപയുണ്ട് എന്ന് ചിന്തിക്കരുത്. ഈ ലോകത്തിൻ്റെതായ മനോഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലും സ്വന്തം ജീവിതത്തിൻ്റെ നന്മകളെയും നേട്ടങ്ങളെയും വിലയിരുത്തുന്ന വ്യക്തികൾ, എൻ്റെ ഏതാണ്ട് 12 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന ഒരുപാട് വിശുദ്ധരായ മനുഷ്യരെ കണ്ടുമുട്ടുവാനും അവരുമായി ഒരുപാട് അടുത്ത ആത്മബന്ധം പുലർത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അതിൽ വലിയൊരു ശതമാനം പേരും കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾ, കുടുംബജീവിതം നയിക്കുന്ന വലിയ ദൈവാനുഭവത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ചിലര് വചനപ്രഘോഷണ ശുശ്രൂഷയിലുള്ളവരാ, മറ്റു ചിലര് ആരും അറിയാതെ, ആരാലും അറിയപ്പെടാതെ ഗാർഹിക സഭയുടെ ആ 4 മതിൽക്കെട്ടിനകത്ത് സ്വന്തം ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും പ്രാശ്ചിത്തങ്ങളും പ്രാർത്ഥനകളുമാകുന്ന മാർഗത്തിലൂടെ ദൈവരാജ്യത്തിന് ഘനപ്പെട്ട ഭാരപ്പെട്ട സംഭാവനകൾ നൽകുന്ന ചില വിശുദ്ധ ജീവിതങ്ങൾ. അതിൽ ചിലര് ഉയർന്ന സാമ്പത്തികമായ സ്ഥിതിയുള്ളവരാ, വേറെ ചിലര് ലൗകിക സമ്പന്നതയുടെ കാര്യത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരാ, ചിലര് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഉയർന്ന തലത്തിലുള്ളവരാ, ചിലര് വിദ്യാഭ്യാസപരമായി ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വിദ്യാഭ്യാസപരമായി ഒരുപാട് താഴെയുള്ളവരാ. ഇങ്ങനെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ വൈരുദ്ധ്യങ്ങളുടെ സമന്വയങ്ങളാണ് ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ ഉന്നതമായ ആത്മീയ ജീവിതം നയിക്കുന്നവർ. പക്ഷേ ഇവരിലെല്ലാം ഞാൻ കണ്ടിരിക്കുന്ന പൊതുവായ ഒരു സംഗതി, അവരുടെ സാമ്പത്തികമായ വ്യത്യാസങ്ങളോ വിദ്യാഭ്യാസപരമായ വ്യത്യാസങ്ങളോ അവരുടെ വീടുകളിലെ സുഖസൗകര്യങ്ങളിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടിലുള്ള ഈ വ്യത്യാസങ്ങൾ, ഈ വൈരുദ്ധ്യങ്ങൾ, അവയ്ക്കതീതമായ ഒരു ആത്മീയ ആനന്ദം, ഒരു സ്വർഗീയമായ സംതൃപ്തി അവരിലെല്ലാവരിലും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ അവരെ എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു സംഗതി അതാ. കാരണം അവരുടെ സാമ്പത്തികമായ ദാരിദ്ര്യത്തെ, ചിലരുടെ ദാരിദ്ര്യത്തെ അവർ ഒരു ആനന്ദമായിട്ടെടുക്കുമ്പോൾ സാമ്പത്തികമായ ഉന്നത സ്ഥിതിയെ മറ്റു ചിലര് ഏറ്റവും അവഗണിച്ച് കളയുകയും, അവരെല്ലാവരും ഒരുപോലെ വിലമതിക്കുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ഇടവക കൂട്ടായ്മയ്ക്ക് വേണ്ടി, എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നു, അതിലാണ് ഞാൻ ആനന്ദിക്കുന്നത്. ഒരുപക്ഷെ 10 പേര് പോലും അറിയാതെ, ഒരൊറ്റ വ്യക്തി പോലും തിരിച്ചറിയാതെ തൻ്റെ സ്വകാര്യതയുടെ ഇടങ്ങളിൽ അവർ ചെയ്യുന്ന പ്രാശ്ചിത്ത പ്രവർത്തികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവരെ ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്ന ആ ആത്മീയ ശുശ്രൂഷയിൽ അവർ അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുകയും, ആരുടെയും അംഗീകാരത്തിലല്ല, സാമ്പത്തികമായ നേട്ടങ്ങളിലല്ല.
ലൗകിക മാനദണ്ഡങ്ങളിലെ ഔന്നത്യങ്ങളിലല്ല അവർ ആനന്ദിക്കുന്നത്. ദൈവിക മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ വിലമതിക്കുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപകളെ വലുതായി കാണുവാൻ, സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നേട്ടമായി അവർ അതിനെ കാണുവാൻ ഇടവരുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേചനത്തിൻ്റെ വലിയ കൃപയ. സ്നേഹമുള്ളവര്, അതിൽ തന്നെ സാമ്പത്തികമായ പരിമിതിയുള്ളവര്, ആ പരിമിതികളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള പരിശീലന കളരിയായി അവർ ആ സാമ്പത്തിക പരിമിതികളെ കാണുകയും ദൈവം അവർക്ക് ആ ദൈവാശ്രയത്വത്തിൻ്റെ പരമമായ നിമിഷങ്ങളിൽ അവരുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ക്രൂശിത രൂപത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് അനുവദിക്കുന്ന ചെറിയ ചെറിയ ഭൗമിക നന്മകളെ ദൈവത്തിൻ്റെ വലിയ വലിയ അനുഗ്രഹമായി, അതേ, എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ, എല്ലാം ദൈവികമായി കാണുവാൻ, ദൈവികമായ ഒരു കാഴ്ചപ്പാടിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും വിലയിരുത്തുവാൻ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ അഭിരമിക്കാതെ, ഈ ലോകത്തിൻ്റെ സമ്പന്നതയിൽ സന്തോഷിക്കാതെ, ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളിൽ ശ്രേഷ്ഠത കാണാതെ, പകരം എൻ്റെ നാഥനായ മിശിഹായുടെ ഹൃദയത്തിൽ എനിക്കൊരിടമുണ്ട് എന്നതിൽ അഭിമാനിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ. ആ നല്ല മനുഷ്യരുടെ മനോഭാവങ്ങൾ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ദൈവികമായ ആ ജ്ഞാനത്തിൻ്റെ അനുഭവം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു വിരുദ്ധങ്ങളായ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഒരുപോലെ ദൈവത്തെ കാണുവാൻ, അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലോകത്തിൻ്റെ സമ്പന്നതയോ, ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളോ, ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളോ, ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം. അത് ദൈവാനുഭവമാ, ദൈവിക ജ്ഞാനമാ, പരിശുദ്ധാത്മ അഭിഷേകമാ. അത് സ്വന്തമാക്കുവാൻ എപ്പോൾ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സാധിക്കുമോ, അവിടെ ഈ സാമ്പത്തികമായ സ്ഥാനമാനങ്ങളുടേതായ സുഖ സൗകര്യങ്ങളുടേതായ വൈവിധ്യങ്ങൾക്കപ്പുറത്ത് ഒരേ ദൈവത്തെ അനുഭവിക്കുവാൻ, ഒരേ സ്വർഗത്തിൽ അഭിരമിക്കുവാൻ, ഒരേ ദൈവിക കാഴ്ചപ്പാടിൽ വിലയിരുത്തുവാൻ വ്യക്തികൾക്ക് സാധിക്കും. അത് ദൈവികമായ വിവേചനത്തിൻ്റെ കൃപയ, പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേചനത്തിൻ്റെ കൃപയ. അതിന് വിപരീതമായ ഒരു മനോഭാവമാണ് സഭയിൽ പോലും ലൗകിക സമ്പന്നതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ലൗകികമായ സമ്പത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ ഇടമായിട്ട് സഭയെ തെറ്റിദ്ധരിക്കുന്ന, സഭാത്മക ജീവിതങ്ങളെ തെറ്റിദ്ധരിക്കുന്ന, ഒരു കുടുംബ കൂട്ടായ്മയിൽ ഭാരവാഹിയാകുവാൻ വേണ്ടി പോലും പലപ്പോഴും മത്സരബുദ്ധിയോടുകൂടി പെരുമാറുന്ന, രാഷ്ട്രീയപരമായ മനോഭാവത്തോടുകൂടി സഭയെ പോലും നോക്കിക്കാണുന്ന ചില മനോഭാവങ്ങൾ. ദൈവമേ, എത്രയോ ദയനീയമാ ആ കാഴ്ചപ്പാടുകൾ, എത്രയോ പരിതാപകരമാ ആ മനോഭാവങ്ങൾ. സഭയിൽ സ്വർഗം സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയമായ നന്മകളെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെ കണ്ടെത്തുവാൻ, തിരിച്ചറിയുവാൻ സാധിക്കാത്തവരല്ലേ പശുവിൻ്റെ അകിടിൽ പോലും ചോര കുടിക്കുന്ന കൊതുകിൻ്റെ സംസ്കാരത്തിൽ സഭയിൽ പോലും ലൗകിക സ്ഥാനമാനങ്ങളുടെ ഇടത്താവളങ്ങൾ കണ്ടെത്തുന്നവര്. സ്നേഹമുള്ളവര്, ദൈവികമായ ജ്ഞാനത്തിന് വേണ്ടി, ദൈവികമായ പരിശുദ്ധാത്മ വിവേചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. സഭയെയും സഭാത്മക ജീവിതത്തെയും സഭയിലെ കൂദാശകളെയും സഭയിലെ വിശുദ്ധ കുർബാനയെയും സഭയുടെ ആത്മീയതയെയും സഭയുടെ യഥാർത്ഥ സമ്പത്തായി തിരിച്ചറിഞ്ഞുകൊണ്ട്, സഭയെന്ന് പറയുന്നത് സ്വർഗോന്മുഖമായി തീർത്ഥാടനം ചെയ്യുന്ന സ്വർഗീയ മനുഷ്യരുടെ ഈ ഭൂമിയിലെ കൂട്ടായ്മയാണ് എന്ന്
സഭയെന്ന് പറയുന്നത് മിശിഹായുടെ മൗതിക ശരീരമാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടതായ ദൈവികമായ ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവിക ജ്ഞാനമായ സ്വർഗീയ വിശുദ്ധിയുടെ ആകത്തുകയായ വിവേചനമെന്ന കൃപ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.